അതീവ ഗൗരവമുള്ള ഗുരുതരമുള്ള സങ്കടകരമായ പ്രയാസം തോന്നുന്നൊരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് 5:30 മണിക്ക് ചാനലുകളിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഈ വനിതാ ബിൽ പാസ്സാകുമോ ഇല്ല എന്നുള്ള സമയത്ത് ലോകസഭാ ചർച്ച ശ്രദ്ധിക്കുന്നതിനിടയിലാണ് വാൽപ്പാറയിൽ കോയമ്പത്തൂരിനടുത്തുള്ള പൊള്ളാച്ചിക്ക് സമീപമുള്ള കേരള തമിഴ്നാട് ബോർഡറിലുള്ള വാൽപ്പാറയിലെ 40 വളവുകളുള്ള ഹെയർ പിന്നുകളുള്ള 13ാമത്തെ ഹെയർ പിന്നിൽ വെച്ച് ഒരു വണ്ടിയുടെ ബ്രേക്കിലോ അല്ലെങ്കിൽ വണ്ടി നിയന്ത്രണം വിട്ട് 9ാമത്തെ വളവിലേക്ക് മറിഞ്ഞ് 800 അടി താഴെയുള്ള പ്രദേശങ്ങളിൽ പോയി 13 പേർ ഉണ്ടായിരുന്നു. അതിൽ 9 പേരും മരിച്ചുപോയി. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് കേൾക്കുന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. അത് പാങ്ങെന്ന് പറയുന്ന പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഒരു സ്കൂളിലെ പാചക തൊഴിലാളി ഉൾപ്പെടെ എല്ലാവരും, ഒരു ടീച്ചർ ഒഴിച്ച് എല്ലാവരും മരിച്ചുപോയി. എച്ചമടക്കമുള്ള എല്ലാവരും. രാവിലെ അവർ അവിടെ നിന്ന് മലപ്പുറത്ത് നിന്നിറങ്ങി ആതിരപ്പള്ളിയിൽ പോയി, അവിടെ നിന്ന് നേരെ പാലക്കാട് വഴി ആതിരപ്പള്ളിയിൽ പോയി അതോടെ ഈ കാട്ടിനകത്തൂടെ ഏലപ്പാറ വഴി അവർ അവിടെ വാൽപ്പാറയിലേക്ക് പോയതാണ്. വാൽപ്പാറയിൽ പോയി അവർ വെള്ളച്ചാട്ടവും കണ്ട് ഫോട്ടോ എല്ലാം എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് വളരെ സന്തുഷ്ടമായി വരുമ്പോഴാണ് വാൽപ്പാറയിൽ വെച്ച് നിയന്ത്രണം വിട്ടിങ്ങനെ അപകടമുണ്ടായത്. പക്ഷേ ഈ അപകടം നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. എല്ലാവരും ഇപ്പോൾ ടൂർ പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് മലയാളി പിന്നെ സ്കൂളൊക്കെ ആകുമ്പോൾ 10 മാസം ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചതിന് ശേഷം ഒരു റിലാക്സിന് പോകുന്നതാണ്. ഇതിൻ്റെ ഒരു തമാശ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രസകരമായ കാര്യം, ഭർത്താക്കന്മാരോ പുരുഷന്മാരോ ആരും ഒരു ഡ്രൈവർമാരൊഴിച്ചാൽ ഒരേ ഒരു പുരുഷൻ മാത്രമേ കൂടി പോയിട്ടുള്ളൂ. അദ്ദേഹത്തിന് കണ്ണ് കാണാത്തത് കൊണ്ടാണ്, കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ടാണ് ഭാര്യ കൂടെ പോയത്. ബാക്കി എല്ലാ സ്ത്രീകളാണ് പോയത്. എന്ത് സങ്കടകരമായ കാര്യമാണ്. പുരുഷന്മാരില്ലാതെ എല്ലാ കുടുംബമെന്ന് പറയാൻ കഴിയില്ല. അവർ അങ്ങനെ പോയി അവിടെ വെച്ച് അപകടമുണ്ടായത്. വണ്ടി ഓടിച്ചിരുന്നത് 22 വയസ്സുകാരൻ എന്നാണ് കേൾക്കുന്നത്. ഈ വാൽപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കുടജാദ്രിയിൽ പോയിരുന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കുടജാദ്രി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ ഉള്ളൊരു പ്രശ്നം, ചെറിയ റോഡായിരിക്കും. അവിടെ വനവുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് വന നിയന്ത്രണവും വനത്തിൻ്റെ നിയന്ത്രണവും അതുപോലെ പശ്ചിമഘട്ടത്തിൻ്റെ നിയന്ത്രണവും ഒരുപാട് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് പല കൺസ്ട്രക്ഷനുകളും പ്രയാസമാണ്, കാണുകയുമില്ല. ഈ കറക്റ്റ് കൊടും വളവുകളിൽ കൃത്യമായ ഗ്രില്ല് കൊണ്ടുള്ള ഗാബിയൻ സ്ട്രക്ചറുകളും അതുപോലെ തന്നെ കമ്പി കൊണ്ട് തീർത്തിയിട്ടുള്ള വലിയ സ്ട്രക്ചറുകളും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നു. നല്ല പൊക്കത്തിൽ കമ്പി സ്ട്രക്ചറൊക്കെ ചെയ്ത് വയ്ക്കേണ്ടതാണ്. കാരണം ഒരു വാഹനം വന്ന് ഇടിച്ചാലും അത് മറിഞ്ഞ് അങ്ങ് പോകാത്ത രീതിയിലുള്ള കമ്പി സ്ട്രക്ചറൊക്കെ ചെയ്ത് വയ്ക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ വാൽപ്പാറയിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല വണ്ടി മറിഞ്ഞതിന് ശേഷം അത് മരങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശത്തൂടെ മറിഞ്ഞ് ഒരു ആളിയാർ ഡാമിൻ്റെ താഴെ ഭാഗത്താണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡാം സൈറ്റിലാണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാറയും കല്ലിടുക്കുകളുമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ചെന്ന് 8-10 പ്രാവശ്യം വണ്ടി മറിഞ്ഞ് അതിനകത്തുള്ള ആളുകൾ ജീവൻ വെടിഞ്ഞു. എത്ര സങ്കടകരമായ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. വളരെ മോശമായിട്ടുള്ള പ്രയാസം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ദുരന്ത പരിപാലന നിയമത്തിൽ ഇനി സമഗ്രമായ പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. വണ്ടിയുടെ ഫിറ്റ്നസ് ഒരു പ്രധാന ഘടകമാണ്. പോകുന്ന വണ്ടി പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് ഓടിക്കുന്ന ഡ്രൈവറുടെ പ്രായം, എക്സ്പീരിയൻസ്, ഞാനീ പറഞ്ഞ മറ്റ് മുൻകരുതലുകൾ. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമം ഇനി എന്നാണ് ഉണ്ടാവുകയെന്നറിയില്ല. നമ്മുടെ ദുരന്ത പരിപാലന സംവിധാനങ്ങൾ, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ദുരന്ത പരിപാലന സംവിധാനങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണിത്. വാൽപ്പാറകൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഒരു സ്കൂൾ മുഴുവൻ 108 വർഷം പ്രായമുള്ള ഒരു പ്രാഥമിക സ്കൂൾ, LP സ്കൂളിലെ ഒരാളൊഴിച്ച് എല്ലാവരും അന്തരിച്ചു എന്ന് പറയുന്നത്, മരണത്തിന് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. നമുക്ക് തീർച്ചയായും ദുരന്ത പരിപാലന രംഗത്ത് സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് പ്രത്യേകിച്ച് ഹിൽ ടൂറിസത്തിൽ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്.